എന്നും ഇങ്ങനെയല്ലേ കുഞ്ഞമ്മേ, ഞാൻ എന്തോ ചെയ്യാനാ? ഞാൻ എങ്ങനെ ജീവിക്കും? ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അയാൾ ഒന്നും പിള്ളേർക്കൊന്നും മാറ്റി പറക്കി തരുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഈ തുണി വെച്ച് എന്നെ ഒറ്റ അടി പിടിങ്ങനെ അപ്പോഴത്തേനും ഞാൻ എൻ്റെ മുറ്റത്തോട്ട് തന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞു. ലീലമ്മയുടെ കൈക്ക് പിടിച്ച് ബേസറി ഒരു അറിയിക്കുക. അവർ എന്നില്ല ചീമ്മമുളയെ കൂടെ ഇങ്ങനെ പിടിച്ചില്ലായിരുന്നു ആ താഴെ ആ കുഴി ലീലമ്മ വീഴും. ആര് കണ്ടിരുന്നാലും നമ്മൾ അന്നേരം സ്തംഭിച്ചു. അതേ രീതി രക്തത്തിൽ കുളിച്ചിങ്ങനെ രക്തം ഒലിച്ച് കിടക്കില്ലേ, ഇങ്ങനെ കണ്ണും ഇങ്ങനെ അടഞ്ഞു തന്നെ ഇങ്ങനെ തന്നെ കിടക്കുക. എനിക്ക് തോന്നി ഇവൻ അമിതമായി ഇവളെ സ്നേഹത്തിൻ്റെ പേരിലായിരിക്കുമെന്ന് എൻ്റെ സംശയം. അവള് ആ ജോലിക്ക് പോകുന്നു വരുന്നു. ഇവിടുന്ന് പോയി കഴിഞ്ഞുള്ള കാര്യമൊന്നും നമ്മൾ ഒന്നും അറിയുന്നില്ല. എൻ്റെ രീതിയിലുള്ള ഒരു ഇത് എല്ലാവരോടും ഇല്ല ഇടപെടുന്നോണ്ട് ഇവനെല്ലാം അങ്ങ് സംശയം തോന്നിയിട്ടായിരിക്കും അവൻ ഈ പ്രവൃത്തി ചെയ്ത് അവളെയും കൊല്ലും എന്നെയും കൊല്ലും. അന്നേരം എൻ്റെ കൈ പിച്ചാത്തി ഉണ്ടായിരുന്നെങ്കിൽ സാറേ അവരെ രണ്ടെണ്ണത്തിനെ ഞാൻ കൊത്തലിട്ടേ പോകും. ഒരു കുറ്റം ചെയ്താലും രണ്ട് കുറ്റം ചെയ്താലും മൂന്ന് ചെയ്താലും ഒറ്റ ഇതിൽ. ഈ തള്ളയ്ക്ക് ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ, കണ്ണിൻ്റെ ഓപ്പറേഷൻ. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ ആരും ഇല്ലല്ലോ. അന്നേരം പല ആൾക്കാരൊക്കെ വെച്ച് കൊടുക്കേണ്ട വഴിക്ക് ഇവിടെ അന്നേരം ഒരു സ്കൂളിൽ ആയിട്ട് പോവുക. രാവിലെ പിള്ളേരെ കൊണ്ടാക്കണം, അതുപോലെ വൈകിട്ട് കൊണ്ടുവരണം. അങ്ങനെ ഒരു സ്കൂളിൽ ജോലിയാണ്. അങ്ങനെ ഇവള് എന്തോ ചെയ്ത് ഇവിടെ വന്നാൽ അവർക്ക് ആഹാരം വയ്ക്കണമെന്നും പറഞ്ഞ് ഇളയ കുഞ്ഞും അവളും കൂടെ മേളി ഇല്ല കിടക്കുന്നത്. പക്ഷേ തള്ളയ്ക്ക് അവിടെ ആഹാരം വെച്ചിട്ട് ഇവിടെ വന്ന് വൈകിട്ട് വന്നു ജോലിയും കഴിഞ്ഞ് വന്നു കുളിയും നനയൊക്കെ കഴിഞ്ഞ് ചാപ്പാടെല്ലാം വെച്ച് ഒരു 10 മണിയാകുമ്പോഴാണ് കയറിപ്പോകുന്നത്. അത് കഴിഞ്ഞ് രാവിലെ ഒരു 6-6:15 ആകുമ്പോഴത്തേനും ഇറങ്ങി വരും. ഇറങ്ങി വന്ന് രാവിലെ തോരനോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അന്നേരം മൂത്ത ഇറക്കം താഴെയാണ് കിടക്കുന്നത്. ഐസൊക്കെ എന്നും വെളുപ്പിനെ 6-6:30 ഒക്കെ ആകുമ്പോഴത്തേനും അവൻ വെട്ടാൻ പോകും. അങ്ങനെ രാവിലെ വന്ന് ചമ്മന്തിയും ഇതൊക്കെ അരച്ച് വെച്ച് കുളിച്ച് നനച്ച് അവിടുന്ന് ഒരുങ്ങി മേളിൽ കയറിപ്പോയി അവൾ സ്കൂളിൽ പോകുന്നത്. വിഷമങ്ങളെന്ന് പറഞ്ഞാൽ എന്നും ഇങ്ങനെയല്ലേ കുഞ്ഞമ്മേ, ഞാൻ എന്തോ ചെയ്യാനാ? ഞാൻ എങ്ങനെ ജീവിക്കും? ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അയാൾ ഒന്നും പിള്ളേർക്കൊന്നും മാറ്റി പറക്കി തരുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ഇപ്പം ഈ ഓണം ആയപ്പോഴത്തേനും എല്ലാ സാധനങ്ങളും മാറ്റി പറക്കിയല്ല അവൻ വെച്ച് പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് അവൾക്കും ഡ്രസ്സൊക്കെ എടുത്ത് എന്ന് പറയുന്നു. അല്ലാതെ അതിനെപ്പറ്റി ഒന്നും എന്തോ പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല. കുഞ്ഞമ്മ ഇവിടുന്ന് ഓടി ചെന്നപ്പോഴല്ലേ കുഞ്ഞമ്മയെ പിടിച്ച് തള്ളിയത്? അത് ഞാൻ ഓടി അങ്ങോട്ടല്ല പോയത്. ഞാൻ നേരെ ഇവിടെ ഞാൻ അടുക്കള വെളുപ്പിനെ ഞാൻ എഴുന്നേക്കും. 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ്. എനിക്കൊരു കൊച്ചുമോനുണ്ട്. അവൻ ഈ 5 കോളേജിലാണ് പഠിക്കുന്നത്. അവന് പൊതി കെട്ടണം. അതിന് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി ആ ചെറുക്കൻ പിന്നെ 6:30 ആയപ്പോഴത്തേന് അവൻ ഇവിടുന്ന് ഇറങ്ങി. അന്നേരം ഈ സാഞ്ഞ് വിളിക്കുന്നു, മോനെ ശിവനേന്ന് കിടന്ന് വിളിക്കുന്നു. ആ വിളിച്ച് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പം കണ്ട് ഒരു അലറക്കം. അന്നേരം ഈ ചെറുക്കൻ കിടന്ന് അലറിയതാ, അമ്മോ എന്ന് പറഞ്ഞ് അലറിയതാ. ഞാൻ ഓടി ഇവിടുന്ന് നേരെ സാനിയുടെ അമ്മയുടെ അടുത്താണ് പോയത്. അമ്മയുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, ലീലമ്മേ താഴെ ആണ്ട വാ കേൾക്കുന്നു. ലീലമ്മ ഇറങ്ങി വാ, എന്തുവാന്ന് ഒന്നും അറിയാൻ വയ്യ ലീലമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മുമ്പ് പുറവിനും ചാടി ഇറങ്ങി വരുമ്പോൾ ഇവൻ താഴ്ന്ന് ഇത്രയും ഒരു പൊതിക്കെട്ട് തുണിയുണ്ടാ, അത് പൊതിക്കെട്ടുണ്ട്. അത് ഇങ്ങനെ പിടിച്ചേക്കുക. ഇങ്ങനെ ഇട്ടുകൊണ്ട് വട്ടം നോക്കി ചാടി കയറി ഈ തേരി ചാടി കയറി വരിക. അന്നേരം ഞങ്ങൾ അങ്ങോട്ട് പറയണ്ട, ഈ മൂലയ്ക്ക് ഒരു മുള ഇരിക്കുന്നുണ്ട്, ഒരു ചീമ്മമുളം. അവിടെ വന്ന് ഞാൻ ലീലമ്മയും വിളിച്ചോണ്ട് അവിടെ വന്നപ്പോഴത്തേന് ഈ തുണി വെച്ച് എന്നെ ഒറ്റ അടി പിടിങ്ങനെ അപ്പോഴത്തേനും ഞാൻ എൻ്റെ മുറ്റത്തോട്ട് തന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞു. അതിൻ്റെ പുറകെ ലീലമ്മ വന്ന് ലീലമ്മയുടെ കൈക്ക് പിടിച്ച് ബേസറി ഒരു അറിയിക്കുക. അവർ എന്നില്ല ചീമ്മമുളയെ കൂടെ ഇങ്ങനെ പിടിച്ചില്ലായിരുന്നു ആ താഴെ ആ കുഴി ലീലമ്മ വീഴും. അപ്പോഴത്തേനും കയറിപ്പോയി. അവൻ എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. ഞങ്ങൾ അപ്പോഴത്തേനും ചെന്നപ്പോൾ ഇവളിങ്ങനെ കിടക്കുക. ഒറ്റ മനുഷ്യരെ അടുത്ത് അടക്കുന്നില്ല. എന്താ ഞാനും ലീലമ്മ ഇതുകൊണ്ട് അടുത്ത് ചെന്നങ്ങ് ഇരുന്നു. ഞാൻ ഇതുകൊണ്ട് നോക്കി നമ്മളെന്ത് ചെയ്യാനാ, ഇച്ചിരി ദൂരോട്ട് മാറിയൊക്കെ ആൾക്കാർ നിൽക്കുന്നു. ആരൊക്കെ വിളിച്ചിട്ടും ആരും വരുന്നില്ല എടുത്തുകൊണ്ട് പോകാനൊക്കെ. അതിലിച്ചിരി കഴിഞ്ഞപ്പം അപ്പുറത്തെ അങ്ങ് വീട്ടിൽ സുധീഷും ഒക്കെ വന്നപ്പം പിന്നെ അതിനിപ്പുറത്ത് ഒരു വീടുണ്ട്. അവിടുത്തെ വീട്ടിൽ സലീനെന്ന് പറഞ്ഞ ഒരു കൊച്ചാണ്. ആ കൊച്ചും സുധീഷും വേറെ 2 പേര് അവിടെ നിന്ന 2 പേരും എല്ലാം കൂടെ എടുത്താൽ ഒരു എടുത്ത് കൈലിക്കകത്ത് കിടത്തി ഇവിടെ കൊണ്ടുവന്ന് ആട്ടോയ്ക്കകത്ത് കയറ്റി കൊണ്ടുപോയി. അപ്പോൾ അതിനൊക്കെ ഉണ്ടായിരുന്നോ?
വഴക്കോ? അല്ല, അപ്പോൾ അനക്കമൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ബോഡിക്ക്? അന്നേരം അനക്കമൊന്നും നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഇങ്ങനെ കണ്ണു അടച്ച് അനങ്ങാതെ കിടക്കുന്ന രംഗം ഇങ്ങനെ കിടന്നത്. അത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇട്ടപ്പോഴാണ് ഞാനും കാണുന്നത് ഇവിടുത്തെ മുഴുവൻ. അപ്പോഴത്തേനും ആകെ നമ്മൾ ആര് കണ്ടിരുന്നാലും നമ്മൾ അന്നേരം സ്തംഭിച്ചില്ല. അതേ രീതി രക്തത്തിൽ കുളിച്ചിങ്ങനെ രക്തം ഒലിച്ച് കിടക്കില്ലേ. ഇങ്ങനെ കണ്ണും ഇങ്ങനെ അടഞ്ഞ് തന്നെ ഇങ്ങനെ കിടക്കുക. പിന്നെ അന്നേരം ജീവൻ പോയോ ഒന്നും നമുക്കറിയത്തില്ല അതിനെപ്പറ്റി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടന്ന രംഗങ്ങളൊക്കെ അടിച്ചപ്പെടുന്നതിന് വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞില്ലേ, ഞാൻ അത്ര ബന്ധം അല്ലെങ്കിൽ എൻ്റെ വകയിലെ എൻ്റെ ചേട്ടയുടെ മോൻ്റെ വകയിലെ ഒരു ബന്ധക്കാരാണ്. അപ്പം അവർക്ക് ഒരു കുഞ്ഞമ്മയെന്നുള്ള ഇത് ഞങ്ങളെപ്പോഴും ഞങ്ങളെല്ലാം സ്ത്രീശക്തിയിൽ അവർ സെക്രട്ടറിയാണ് ഈ കൊച്ച്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ ഒരു സമുദായമാണ്. അങ്ങോട്ട് പോകുമ്പോൾ അന്നമ്മ കുഞ്ഞമ്മ എന്ന് വിളിച്ചു പോകും, തിരിച്ച് കയറി വരുമ്പോൾ അന്നമ്മ കുഞ്ഞമ്മ എന്ന് വിളിക്കും എന്നല്ലാതെ ആ കുഞ്ഞ് അന്യതാന്ന് ഞാൻ പറയാൻ പറ്റും. നമുക്ക് വേദന ഉണ്ടാകത്തില്ല. എനിക്കൊരു പെങ്ങഞ്ഞുണ്ടെങ്കിൽ ഞാൻ വേദനിക്കത്തില്ലേ? ആ ഒരു വിഷമമല്ല എപ്പോഴും ഏത് സമയവും ഉണ്ട്. എൻ്റെ പൊന്ന് സാറേ, വണ്ടി അവൾക്ക് കൊടുത്തില്ല. അവൾക്ക് ഈ ജോലി ഉണ്ടായതുകൊണ്ട് ജോലിക്ക് പോകണമല്ലോ, നടന്ന് പോകാൻ ഒക്കത്തില്ലല്ലോ. അതിനെങ്ങാണ്ട് ഒരു മോതിരം കൊണ്ടുവന്ന് പണയം വെച്ച് 20,000 രൂപ എങ്ങാണ്ടായി. ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുത്തത്. ആ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ അതില്ല, പഴയ ചടാക്കായതുകൊണ്ട് അത് അത്ര ശരിയല്ല. അവൾ പിന്നെ എന്തോ ചെയ്തു, അത് മാറിയിട്ട് വേറെ ഒരെണ്ണം അതാ ഇപ്പം അവിടെ ഇരിപ്പുണ്ടോ വണ്ടി എടുത്ത്. അതിന് 10-30 രൂപ എങ്ങാണ്ടായി. അപ്പം ഈ മോതിരം അവൻ കല്യാണ മോതിരം ഇട്ടതാ. ആ മോതിര ഇങ്ങനെ ഈ മോതിരം പണയം വെച്ചെന്നോ അതിന് മുമ്പ് കണ്ട് അവർക്ക് മാല എത്ര ഉണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. മാല കൊണ്ടുവച്ചെന്നോ എടുത്തെന്നൊക്കെ പറയുന്നു. അത് ഇനി ഉള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ആ 2 കുഞ്ഞുങ്ങൾക്കും അറിയാം. എല്ലാ കാര്യവും നമ്മളോട് പറയണമെന്നുണ്ടോ? അവരെ കാര്യങ്ങൾ അവർക്കെല്ലാം അറിയത്തുള്ളൂ. പിന്നെ വല്ലം പറയുകയോ ചെയ്യുന്നെങ്കിൽ അവർ തള്ളയോടെങ്ങാനും വല്ല പറയുകയോ ചെയ്യും. പിന്നെ ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ല. ഇപ്പം അവനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തും പറയത്തില്ല. ആ മോതിരം കൈ കിടപ്പുണ്ട്. ആ മോതിരം അവിടെ തിരിച്ചെടുത്ത് മോതിരം കൈ കിടപ്പുണ്ട്. ഇല്ല, മോതിരം കൈ കിടപ്പുണ്ട്. മോതിരം കൈ കിടപ്പുണ്ട്. പിന്നെ ഒരു മാലയും ഒരു കുരിശും അവളെ മിന്നും പിന്നെ ഇത്രയുള്ളൊരു ലോക്കറ്റ് ചെറിയ അത് ലോക്കറ്റ് സ്വർണ്ണം ഇല്ലയോടിയത്. സ്വർണ്ണം അത് പിന്നെ ഈ അരിഞ്ഞാനം ചെയ്യും പോലുള്ള ഒരു മാല അവളെ കഴുത്തേ കിടന്ന്. അത് പണയം ഇപ്പം എടുത്തയാന്ന് പറയുന്നു. അത് മൂത്ത മോനാന്നേ പറഞ്ഞേ കഴുത്തേന്ന് ഊരിയെടുത്തു. ഇതൊക്കെ കഴിഞ്ഞ സാറേ ഞങ്ങൾ ഈ പെറ്റ തള്ളേ ഞാനും കൂടെ ഇറങ്ങി ചെല്ലുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നത്. അങ്ങനെയല്ലേ അവ ഇതെല്ലാം സാധിച്ചിട്ട് ചാടി കയറി വരുമ്പോഴല്ലേ ഞങ്ങൾ ചെല്ലുന്നത്. അന്നേരം ചെല്ലുന്നേ അവൾ അവിടെ നിൽക്കുമ്പോഴൊന്നും അല്ല. അങ്ങനെയല്ലേ വന്ന് എന്നെ അടിക്കുന്നത്. അവള് പറയുന്നത് അവളെ അടിച്ചെന്ന് പറയുന്നത്. അവർക്ക് ഇഷ്ടമില്ലായിരിക്കും മക്കളെ കൂടെ നിൽക്കുന്നത്. നമ്മളതെല്ലാം ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇവരായിട്ട് സഹകരിച്ചാലെന്താ? ഇല്ല, വന്നില്ല. അവൻ്റെ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പെണ്ണിനെ ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം. ഒരു നല്ല വീട്ടുകാരായിരുന്നു ഐസക്കൊക്കെ. അവരൊക്കെ ഇച്ചിരി സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളതാണ്. ഇവക്കൊന്നുമില്ലല്ലോ. പിന്നെ ഇവൻ സ്നേഹിച്ചു കൂടി വിളിച്ചു കൊണ്ട് വന്നിട്ട് പിന്നെ അവസാനം പള്ളി ഈ 2 കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞതിന് ശേഷം പള്ളി വെച്ച് മിന്നി കെട്ടിയത്. അത് കഴിഞ്ഞ് ഇവർ 2 കൂടെ തിരുപ്പൂര് പോയായിരുന്നു. സ്നേഹിച്ച് അങ്ങ് പോയി. അവിടെ ജോലിയായിട്ട് ശാലിനി പോയി. ആ കൂടെ ഐസക്കും പോയി. അവിടെ വെച്ചാണ് മൂത്ത കൊച്ചുണ്ടാകുന്നത്. പിന്നെ പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ടാണ് മിന്നു കെട്ടിയത് അല്ലേ പള്ളിയിൽ? 2 പിള്ളേരും ആയി കഴിഞ്ഞതിന് ശേഷം പിള്ളേർ ഇതൊക്കെ മിന്നു കെട്ടിയത്. വയനാട് ഭാഗവും മലപ്പുറം ഭാഗവും അങ്ങ് വടക്കോട്ടമൊക്കെ ഇങ്ങനെ നടക്കുന്നത് പോലെ നമ്മുടെ ഈ ചെറിയ ഈ ഗ്രാമത്തിൽ ഇവിടെ വന്ന് ഈ കൂത്തനാടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷയില്ല. ഒരു കുഞ്ഞുങ്ങൾ പോലും പ്രതീക്ഷയില്ല. ഈ ഐസക്കിനെ അമ്മയ്ക്ക് ചെറുപ്പം പോലെ അറിയാമല്ലോ. കുഞ്ഞിലെ മുതൽ ഈ മാനസിക രോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു. സംശയരോഗം എനിക്ക് തോന്നി ഇവൻ അമിതമായി ഇവളെ സ്നേഹത്തിൻ്റെ പേരിലായിരിക്കുമെന്ന് എൻ്റെ സംശയം. നമ്മുടെ അടുത്ത് അവനും ഞാനും ഒന്നും അത്ര ഇതായിട്ട് വലിയ അടുപ്പമായിട്ടൊന്നും ഞാൻ ഒരു കാര്യത്തിനും അവരെ വീട്ടിൽ അങ്ങനെ പോകത്തില്ല. താഴെ
പിന്നെ മേളിലും അതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മേളിലോട്ട് പോകത്തുള്ളൂ. അല്ലാതെ അനാവശ്യമായ രീതി അവിടെ ചെന്ന് 10 മിനിറ്റ് ഇരിക്കുക. അവർ ചെറുപ്പക്കാർ ഭാര്യയും ഭർത്താവും ഒക്കെ ഇരുന്ന് കാര്യം പറയുന്നത് ആ കൂട്ടത്തിലൊന്നും ഞാൻ പോയിരിക്കാനോ അവരായിട്ട് ഇരുന്ന് തമാശ പറയാനോ ഒന്നും ഒരു കാര്യത്തിനും ഒരു സാധനത്തിന് പോലും ഒരു ഉപ്പ് കല്ലിന് പോലും ഞാൻ ഇറങ്ങി പോകത്തില്ല. പിന്നെ ഈ കാണുമ്പോൾ ഉള്ള വിളിയും പറച്ചിലും സ്നേഹവും സന്തോഷവും പിന്നെ ഞങ്ങൾ അയൽക്കൂട്ടക്കാരായതുകൊണ്ട് ആ സെക്രട്ടറിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിന് സ്ത്രീശക്തി പോകുന്നു, പള്ളിയിൽ ഒത്തുപോകുന്നു വരുന്നു. പള്ളിയിലെ എല്ലാ കാര്യത്തിനും ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ എല്ലാത്തിനും അവൾ മികച്ച ഒരു സ്ത്രീയായിരുന്നു. എല്ലാ കാര്യത്തിനും അവളൊരു മിടുക്കിയായിരുന്നു. പിന്നെ DMK പാർട്ടിയിൽ പോയി അവൾ. അത് അവർ രണ്ടുപേരും കൂടെ സന്തോഷകരമായി പോയതാണ്. പോയിട്ട് ഇടയ്ക്ക് വെച്ച് അതും ഇവർ പിണങ്ങി മാറിയിട്ട് ആ പാർട്ടി പോകാനൊക്കത്തില്ലെന്നും പറഞ്ഞു അങ്ങനെയും ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പോകാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞത് അതെന്താന്ന് ഈ പറയുന്ന ഐസക്കിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ല, അമ്മയുടെ വീട്ടിൽ ഇപ്പോൾ DMKയുടെ സ്റ്റാലിൻ്റെ ഫോട്ടോ ഇവിടെ കാണാമല്ലോ. ഫോട്ടോ ഇരിക്കുന്ന അത് സാനി എന്നെ വിളിച്ച് ഞങ്ങൾ ഇവിടുന്ന് 3 പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ വല്ലം കിട്ടാനുള്ളത് വാങ്ങിക്കാനായി വിളിച്ചുകൊണ്ട് പോകുന്നത്. ഈ ഓണത്തിൻ്റെ തലയാഴ്ചയിൽ ഇതോണക്ക് ഒരു കിറ്റ് ഉണ്ടായിരുന്നു. അന്നേരം എന്നോട് പറഞ്ഞ് കുഞ്ഞമ്മേ അമ്മ കിറ്റ് കൊടുക്കുന്നുണ്ട്, നമുക്ക് ആരെങ്കിലും തരുന്നത് വാങ്ങിക്കാം, കുഞ്ഞമ്മ വരണേ. ശരി വരാം. പോയി കിറ്റും വാങ്ങിച്ചു ഞങ്ങളുടെ കാര്യം നോക്കി പോകുന്നു. അങ്ങനെയാണ് അമ്മയ്ക്ക് DMK ആയിട്ടുള്ള ബന്ധം. അല്ലാതെ ആ പാർട്ടി ഞാൻ ചേർന്നിട്ടൊന്നുമില്ല. എനിക്ക് ചേരാനൊട്ട് ആഗ്രഹവും ഇല്ല. ആ ഇളയ ചെറുക്കനാന്നീ ഒരു പാവം അമ്മയാന്നും പറഞ്ഞ് ഒരു പാവം. മൂത്തവൻ ഇച്ചിരി വളർന്ന് കഴിഞ്ഞ ശേഷം നേരത്തെ ഒക്കെ ഇവിടെ കയറി വരികയും മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യും. ഇപ്പം അവനും ഇച്ചിരി മുതിർന്നില്ലേ, അതുകൊണ്ട് അവൻ ഇല്ല സ്കൂളിലൊക്കെ പോയി ഇപ്പോൾ 1 വർഷം കൊണ്ട് സ്കൂളിൽ പോകാതിരിക്കുന്നത്. അവൻ അങ്ങനെ ഇവിടെ വരുത്തും അങ്ങനെ മിണ്ടത്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തള്ള എന്തെങ്കിലും അല്ലെ അന്നമ്മ കുഞ്ഞമ്മോട് ഇന്നതൊന്ന് പറഞ്ഞു തരടാ, അല്ലെങ്കിൽ ആ അയൽക്കൂട്ട ബുക്ക് എടുത്തുകൊണ്ട് വരണേ എന്നൊന്ന് പറയണടാ, അങ്ങനെ അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നേ. അല്ലാതെ നമ്മുടെ അടുത്ത് വന്ന് ഇവിടെ വന്നിരിക്കട്ടെ, അല്ലാതെ ഒരു കാര്യം പറയട്ടെ, ഒരു വിഷമത പറയട്ടെ ഒന്നുമില്ല. നമ്മുടെ വീട് വെട്ടില്ല. പണ്ടുള്ളവർ പറയുമല്ല പാക്ക് മടി വയ്ക്കാൻ കവുങ്ങാകുമ്പോൾ നമ്മൾ അത് കുഴിച്ച് വെച്ചേ പറ്റുമെന്ന് പറഞ്ഞതുപോലെ അവൾ ആ ജോലിക്ക് പോകുന്നു വരുന്നു. ഇവിടുന്ന് പോയി കഴിഞ്ഞുള്ള കാര്യമൊന്നും നമ്മൾ ഒന്നും അറിയുന്നില്ല. എൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാം സത്യസന്ധമായിട്ടും സന്തോഷമായിട്ട് നമ്മളോട് മിണ്ടിയാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ മോശ പരിപാടിക്കാരിയാന്ന് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ ഞാൻ കൂടുതലായിട്ട് അവളുടെ കൂടെ ഒരിടത്തും പോയിട്ടില്ല. ഈ DMKയിലെ എന്തെങ്കിലും കാര്യത്തിന് ഇതുകൊണ്ടുള്ള കാര്യത്തിനൊന്ന് പോവും. പിന്നെ അവൾക്ക് വണ്ടി ഉണ്ടായതുകൊണ്ട് അവൾ പള്ളിയിൽ നേരെ പോകും, ഞങ്ങൾ ഈ തോട്ടം വഴി നടന്നു പോകും എന്നൊക്കെയുള്ളൂ. അല്ലാതെ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരിടത്തും പോയിട്ടില്ല. ഒത്തിരി ആൾക്കാരൊക്കെ ഇടപെടുന്ന ആളായിരുന്നു അവൾ എല്ലാവരോടും ഇടപെടും. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അവളെ. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഐസക്കിന് ഇഷ്ടമല്ലായിരുന്നോ? അതിനെപ്പറ്റി എനിക്ക് അറിയാം. തൊട്ടടുത്താണെങ്കിലും ഞാൻ അവനോട് അങ്ങനെ ഒന്നും മിണ്ടാൻ പോകത്തില്ല. ഞാനൊരു 7 മണിയാകുമ്പോൾ എൻ്റെ കതവ് അടയ്ക്കും. ഈ കതവ് അടയ്ക്കും, ഞാൻ ഇതിനകത്തിരിക്കും. വെളിയിൽ ഒരു കാര്യവും അറിയാനോ അന്വേഷിക്കാനോ അറിയില്ല. എനിക്ക് എൻ്റെ ഒരു 3 ആങ്ങളെയുണ്ട് വയ്യാത്ത. ഇപ്പം എന്താണ്ട് അങ്ങ് അക്കരയിലോട്ട് പോയി വയ്യാതെ ഇവിടെ കിടക്കുമായിരുന്നു. ഞാൻ വഴക്ക് പറയുന്നത് കേട്ടുണ്ട്, ഇറങ്ങിപ്പോയ എപ്പോഴും ഇങ്ങനെ കൊണ്ട് കിടക്കുന്ന എന്തിനാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ലാതെ ഒരു കാര്യം പറയാനോ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും എനിക്ക് എൻ്റെ കാര്യം എനിക്കൊരു മോനുണ്ട്, അവൻ അടൂരാ താമസിക്കുന്നത്. അവനൊരു ദോഷം ഞാനായിട്ടുണ്ട് വരുത്തി വയ്ക്കാനെ കൊണ്ട് ഞാൻ വിളയുണ്ടാക്കത്തില്ല. എനിക്ക് അവനേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളും ആരൊക്കെയോ ഇതുകൊണ്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. എനിക്ക് അതൊന്നുമില്ലേ. ശാലിനി ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശാലിനിക്കും പറയാനുണ്ടായിരിക്കും, കാണുമായിരിക്കും സാറേ. പള്ളിയിലെ കാര്യത്തിനൊക്കെ ആയാലും മുന്നിട്ട് അവൾ നിൽക്കും. ഏത് കാര്യത്തിനും ഒന്നിനും അവളെ മാറ്റി നിർത്തണ്ട. അവക്കങ്ങ് ഇപ്പം എന്നോടും മിണ്ടു അവൻ എനിക്ക് തോന്നി ഇവളെ അങ്ങ് അവിധമായി അങ്ങ് സ്നേഹത്തിൻ്റെ പേരിൽ ഇവന് തോന്നുന്ന മൊത്തവും ഇവള് മറ്റു രീതിയിലുള്ള ഒരിത് എല്ലാവരോടും ഇല്ല ഇടപെടുന്നതുകൊണ്ട് ഇവനെല്ലാം അങ്ങ് സംശയം തോന്നിയിട്ടായിരിക്കും അവൻ ഈ പ്രവൃത്തി ചെയ്ത്. അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യുമോ? വണ്ടി കയറി പോയപ്പോൾ എല്ലാവർക്കും ടാറ്റയും കൊടുത്തിട്ടാന്നല്ലേ പോയത് പുള്ളി. ഈ ഐസക്ക് ആ മുറിഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ ടാറ്റയും കൊടുത്തിട്ടാണ് പോയത്. കൈക്ക് മുറിവുണ്ടായിരുന്നല്ലേ? കൈക്ക് മുറിവുണ്ടായിരുന്നു. കുടിങ്ങനെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടു. അത് ഈ ഇവന്റെ പിച്ചാത്തി കൊണ്ടാണോ അവർ തമ്മിൽ എന്തെങ്കിലും
അവൻ്റെ പിച്ചത്തി കൊണ്ടായിരിക്കും അവനില്ലേ എല്ലാം ചെയ്തത്. അപ്പം കയ്യിലെ ചോര എങ്ങാനും പറ്റി തെന്നി എങ്ങാനും കീറിയതായിരിക്കും. അല്ലാതെ അങ്ങനെ അവന് സന്തോഷമായി എന്നും പറഞ്ഞാൽ കയറിപ്പോയത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴാ അവന് സമാധാനമായത്. അവനൊരു കൂട്ടലും ഇല്ല വേറെ. എന്നിട്ട് ഇത് ചെയ്തിട്ട് അവന് ഇവിടെ ഇത് എടുക്കാൻ വന്നപ്പം പറഞ്ഞല്ലേ എന്നോട് ഞങ്ങൾ ഈ അയൽക്കൂട്ടവും പള്ളിയിലെ ഇതെല്ലാം ഒന്നിച്ചുള്ള ഇതും എല്ലാ കാര്യത്തിനും നടക്കുന്നതിൻ്റെ പേരിൽ എന്നെ കൊല്ലുന്നാണ് പറഞ്ഞേക്കുന്നത്. അവളെയും കൊല്ലും എന്നെയും കൊല്ലും. അന്നേരം എൻ്റെ കൈ പിച്ചാത്തി ഉണ്ടായിരുന്നെങ്കിൽ സാറേ അവരെ രണ്ടെണ്ണത്തിനെ ഞാൻ കൊത്തണിട്ടേ പോകും. ഒരു കുറ്റം ചെയ്താലും 2 കുറ്റം ചെയ്താലും 3 ചെയ്താലും ഒറ്റ ഇതിൽ ഒരു ശിക്ഷയില്ല സാറേന്ന് അവിടെ ഇന്നുകൊണ്ടാ പറഞ്ഞത്. നിങ്ങളെ കൊന്നേനെയെന്നല്ലേ? ആ എന്നെ ആ കൊച്ചിനെ മിനിയും അന്നമ്മയും ഞാൻ കൊന്നാനെ. കൊല്ലട്ടെ, എന്തോ ദോഷം ചെയ്തിട്ടാ, എന്ത് ചെയ്തിട്ടാ അവൻ പറയണം. അവളുടെ കൂടെ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ അവളെ വിളിച്ചിരുത്തി തെറ്റായ മാർഗത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നോ ഒക്കെ അവൻ പറയട്ടെ. എനിക്ക് അങ്ങ് വലിയ വിഷമമായിപ്പോയി. അവൻ പറയാം എന്നെ കൊല്ലണം. ദുഷ്ടനാന്ന് നോക്കി എന്ന് വെച്ചാൽ വേറെ ഈ പരിസരത്ത് വേറെ ആരും അങ്ങനെ ഇല്ലല്ലോ. എല്ലാം താഴോട്ടും മേപ്പോട്ടും ഒക്കെ പോകുമ്പോൾ നമ്മൾ എല്ലാം ഒന്ന് വിളിക്കാൻ പറയും, എല്ലാ കാര്യത്തിനും വിളിക്കുകയും പറയുകയും ചെയ്യുന്നത്. അങ്ങനെ പള്ളിയിലെ കാര്യത്തിനായാലും അയൽക്കൂട്ടത്തിലെ എന്തെങ്കിലും കാര്യത്തിനായാലും ഒക്കെ പറയുകയും ചെയ്തു. അവന് മറ്റെന്തെങ്കിലും തോന്നി കാണുമായിരിക്കും. അല്ലാതെ പിന്നെ ഞാനെന്തോ പറയുന്നത്. എന്തെങ്കിലും ഒരാപത്ത് വന്നാൽ ഇവക്കളെ തള്ളയ്ക്ക് ഞാനും ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ അവരും ഓടി വരും. അവർക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ ഞാനും ഓടിപ്പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേ ഉള്ളൂ. എന്നാലും താഴ്ന്ന ഒരു തുള്ളി വെള്ളം ആ തള്ളയ്ക്ക് കൊടുക്കത്തില്ല. അങ്ങനെ ആയിരുന്നു. അങ്ങനെ സഹകരിച്ചിരിക്കുന്ന എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ അവന് എന്നോടെന്തോ അവന് ഇത്ര വൈരാഗ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.